നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള യുദ്ധോപകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ലോകമെമ്പാടും യുദ്ധങ്ങൾ നടക്കുന്നതിനാൽ AI എനേബിൾഡ് ആയുധങ്ങളുടെ വികസനവും ഉപയോഗവും വേഗത്തിൽ വർദ്ധിച്ചുവരികയാണ്. യുക്രൈനിൽ AI ഉപയോഗിച്ചുള്ള ഡ്രോണുകൾ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. സിറിയയിലും യമനിലും അമേരിക്കൻ AI സംവിധാനങ്ങൾ വ്യോമാക്രമണങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ഗാസയിലെ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ 37,000 പാലസ്തീനികളെ സംശയാസ്പദരായ സൈനികരായി ചിത്രീകരിക്കാൻ AI സംവിധാനം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് 800-ലധികം AI പ്രോജക്റ്റുകൾ നിലവിലുണ്ട്. 2024 ബജറ്റിൽ AIക്കായി $1.8 ബില്യൺ നീക്കിവച്ചിട്ടുണ്ട്. റെപ്ലിക്കേറ്റർ ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിക്കായി 2025 വരെ $1 ബില്യൺ ചെലവഴിക്കാനാണ് പെന്റഗണിന്റെ പദ്ധതി. ഈ പദ്ധതിയിലൂടെ AI ഉപയോഗിച്ച് ഭീഷണികൾ കണ്ടെത്താൻ കഴിയുന്ന ഡ്രോൺ സംഘങ്ങളെ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അൻഡുറൽ, പലാന്റിയ തുടങ്ങിയ കമ്പനികൾ AI ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നു. അൻഡുറൽ സ്വയം നിയന്ത്രിത ആക്രമണ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും വികസിപ്പിക്കുന്നുണ്ട്. പെൻഗ്വിൻ നൂറുകണക്കിന് അൻഡുറൽ ഡ്രോണുകൾ യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട്. പലാന്റിയ കമ്പനിക്ക് ശത്രുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്ന AI സാങ്കേതികവിദ്യയ്ക്കായി $480 മില്യൺ കരാർ പെൻഗ്വിൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സാങ്കേതികവിദ്യയുടെ സുതാര്യതയും നിയന്ത്രണവും സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട്. മനുഷ്യരുടെ നിയന്ത്രണം കുറഞ്ഞ് യന്ത്രങ്ങൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥ വരുമോ എന്ന ഭയവും നിലനിൽക്കുന്നു. AI ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ വേണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നു. AI ആയുധങ്ങളുടെ വികസനവും ഉപയോഗവും വർദ്ധിക്കുന്നതോടെ യുദ്ധങ്ങളുടെ സ്വഭാവം മാറുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഈ സാങ്കേതികവിദ്യയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയുമോ എന്നതാണ് ലോകം നേരിടുന്ന വെല്ലുവിളി.